السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. بسم الله الرحمن الرحيم. وأطيعوا الله والرسول لعلكم ترحمون. صدق الله العلي العظيم. فما حملت من ناقة فوق رحلها أبرا وأوفى ذمة من محمد، ولا في بقاع الأرض حيا وميتا، ولا فوق آفاق السماء كأحمد. صلوا وسلموا على سيدنا محمد. ഏറ്റവും ബഹുമാനമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട ശ്രോതാക്കളെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അത്ഭുതകരമായ ഒരുപാട് സംഭവങ്ങളിൽ നിന്ന് അവിടുത്തെ കയ്യിന് അല്ലാഹു തആല കൊടുത്ത ഏതാനും ചില പ്രത്യേകതകൾ മാത്രമാണ് ഇന്ന് നമ്മൾക്ക് സംസാരിക്കാനുള്ളത്. മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ കുതിരയിൽ കയറിയാൽ കുതിരപ്പുറത്തുനിന്ന് വീഴുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. കുതിരപ്പുറത്ത് ഉറച്ചിരുന്ന് സവാരി ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിരുന്നില്ല. ഈ വിവരം ഞാൻ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജാബിർ റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞു, ജാബിറേ, നിനക്കതിന് സാധ്യമാകുന്നൊരവസ്ഥയുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ശറഫാക്കപ്പെട്ട കയ്യിനെ എന്റെ നെഞ്ഞത്ത് വെക്കുകയാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ഞിൽ അവിടുത്തെ കരം വെച്ചപ്പോ മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, വഖാല, മഹാനായ റസൂലുള്ളാഹി പറയുന്നു, അല്ലാഹുമ്മ സബ്ബിത്ഹു വജ്അൽഹു ഹാദിയൻ മഹ്ദിയാ. അല്ലാഹുവേ, ജാബിറിനെ കുതിരപ്പുറത്ത് ഉറപ്പിച്ചു നിർത്തൂ, അദ്ദേഹത്തിനെ ഉറപ്പിക്കൂ, അദ്ദേഹം വീഴുന്നൊരു സ്വഭാവം ഉണ്ടാക്കില്ല. സന്മാർഗദർശകനും നായകനുമാക്കൂ തമ്പുരാനെ എന്നുള്ള പ്രാർത്ഥന മഹാനായ റസൂലുള്ളാഹി ജാബിറിന് വേണ്ടി ദുആ ചെയ്യുകയാണ്. പിന്നീട് ഞാൻ കുതിരപ്പുറത്തു നിന്ന് വീണിട്ടില്ല എന്ന് ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്. അവിടത്തെ കൈ വെച്ചു ദുആ ചെയ്തു. മഹാനവറുകൾക്ക് പിന്നീട് കുതിരപ്പുറത്ത് ഉറപ്പിച്ചു നിൽക്കാനുള്ള, വീഴാതെ ഇരിക്കാനുള്ള ഒരു ശക്തി അല്ലാഹു തആല കൊടുക്കുകയാണ്. മഹാനായ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഖുൽതു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നി അസ്മഉ മിൻക ഹദീസൻ കസീറൻ അൻസാഹു. റസൂലുള്ളാഹിനോട് പറയുകയാണ്, ഞാൻ ഒരുപാട് കാര്യങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന് കേൾക്കുന്നുണ്ട്, അതൊക്കെ ഞാനങ്ങ് മറന്നു പോകുകയാണ്. എന്റെ ഹൃദയത്തിൽ അത് നിൽക്കുന്നില്ല നബിയെ, അത് മനഃപ്പാടമാക്കാനും അത് മനസ്സിലാക്കാനും എന്നോട് സാധ്യമാകുന്നില്ല. ഇനി മുതൽ ഒന്നും മറക്കാതിരിക്കുക എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് എനിക്ക് ഓർമ്മശക്തി ഉണ്ടാവാൻ, എന്റെ മനസ്സിൽ കാര്യങ്ങളൊക്കെ സ്ഥിരമായി നിൽക്കാൻ അള്ളാഹുവിന്റെ ഹബീബ് അവിടുന്ന് എന്തെങ്കിലും തരണമെന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി പറയുകയാ, നിന്റെ തട്ടം നീ നീട്ടുക. തട്ടം നീട്ടാൻ വേണ്ടി പറഞ്ഞു. ഞാൻ ആ തട്ടം നീട്ടിക്കൊടുത്തു. മഹാനായ റസൂലുള്ളാഹി വായുവിൽ നിന്ന് എന്തോ വസ്തുക്കൾ ഇങ്ങനെ വാരിയിടുന്നുണ്ട്.
കോരിയിടുകയാ. രണ്ട് കൈ കൊണ്ട് വായുവിൽ നിന്ന് ഒന്നും കാണുന്നില്ല, കൈകൊണ്ട് ഇങ്ങനെ വാരി കോരി ഇങ്ങനെ ഇടുന്നു. സുമ്മ ഖാല, അങ്ങനെ കോരിട്ടിട്ട് റസൂലുള്ളാഹി ജാബിറിനോട് അബീ ഹുറൈറയോട് പറയുകയാണ്, ദുമ്മ, നീ അത് കൂട്ടിക്കോ. ഫളൻതു, ഞാനതങ്ങ് കൂട്ടുകയും ചെയ്തു. അന്തരീക്ഷത്തിൽ നിന്ന് വാരിയിട്ട ആ അന്തരീക്ഷത്തിന്റെ മഹത്തായ സംഗതി ബഹുമാനപ്പെട്ട അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു കൂട്ടിപ്പിടിക്കുകയാണ്. ഫളലംതു ഫമാ നസൈതു ശൈഅൻ ബഅദു, പിന്നെ അതിനുശേഷം ഒന്നിനെയും ഞാൻ മറന്നിട്ടില്ല എന്ന് ബഹുമാനപ്പെട്ട അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു. നോക്കണേ, എത്ര വലിയ അത്ഭുതകരമായ സംഭവമാണ്. അന്തരീക്ഷത്തിൽ എന്താ ഉള്ളത്? പക്ഷേ റസൂലുള്ളാഹിന്റെ പുണ്യമാക്കപ്പെട്ട കരത്തിന്റെ ആ രീതി പ്രകടിപ്പിക്കൽ വരെ ആളുകൾക്ക് പ്രയോജനം ചെയ്യുന്നതാണ്. മഹാനായ ബറാ റളിയല്ലാഹു അൻഹു പറയുന്നു, ബഅസൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അയക്കുകയാ റഹ്തൻ ഇലാ അബീ റാഫിഉ, അബീ റാഫിയിലേക്ക് ഒരു സംഘത്തെ അയക്കുന്നു. അബീ റാഫി അല്ലാഹുവിന്റെ റസൂലിന്റെ കഠിന ശത്രുവാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കഠിന ശത്രുവായ അബീ റാഫിയിലേക്ക് ഒരു സംഘത്തെ അയച്ചപ്പോൾ ഫദഖല അലൈഹി അബ്ദുല്ലാഹി ഇബ്നു അതീഖ് ബൈതഹു ലൈലാ, അബീ റാഫിന്റെ വീട്ടിൽ അബ്ദുല്ലാഹി ഇബ്നു അതീഖ് റളിയല്ലാഹു അൻഹു രാത്രിയിലാണ് പ്രവേശിക്കുന്നത്. വഹുവ നായിമുൻ, അദ്ദേഹം ഉറങ്ങുകയായിരുന്നു. അവിടെ അബീ റാഫി ഉറങ്ങുകയായിരുന്നു. ഫഖതലഹു, അദ്ദേഹത്തെ കൊന്നു. ഫഖാല അബ്ദുല്ലാഹി ഇബ്നു അതീഖ് പറയുന്നു, ഫവളഅതു സൈഫ ഫീ ബത്നിഹി, അദ്ദേഹം മരിച്ചോ എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി അദ്ദേഹത്തിന്റെ വയറ്റിൽ ഞാൻ വാള് കുത്തിയിട്ട് അതിനെ പുറഭാഗത്തിൽ കൂടെ എടുക്കുകയാണ്. ഫറത്തു അന്നീ ഖതൽതുഹു, ഞാൻ ഉറപ്പിച്ചു പോയി അദ്ദേഹം മരിച്ചിട്ടുണ്ട്, അദ്ദേഹത്തെ കൊന്നിട്ടുണ്ട് എന്ന്. ഫജഅൽതു അഫ്തഹുൽ ബാബ, അങ്ങനെ ഞാൻ വാതിൽ തുറന്നു. ഹത്തൻ തഹൈതു ഇലാ ദറജ, ആ വാതിൽ പടിയുടെ ഭാഗത്ത് ഞാൻ വന്നപ്പോൾ ഫവളഅതു റിജ്ലി فوقعت في ليلة مقمرة فانكسرت ساقي, ഞാൻ വാതിൽ തുറന്നു. വീടിന്റെ പടിയിറങ്ങുമ്പോൾ കാൽ തെറ്റി വീണോ. അത് ഒരു നിലാവുള്ള രാത്രിയിലായിരുന്നു. വീഴ്ചയിൽ എന്റെ രണ്ട് കാല് പൊട്ടി. ഞാൻ തലപ്പാവ് അഴിച്ചു കെട്ടി സംഘത്തിൽ ചെന്നു. എന്റെ കാല് പൊട്ടിയപ്പോൾ എന്റെ തലപ്പാവ് അടിച്ചിട്ട് കെട്ടുകയും എന്റെ സംഘത്തിലേക്ക് ഞാൻ ചെല്ലുകയും ചെയ്തു. അല്ലാഹുവിന്റെ റസൂലിനോട് വിവരം അറിയിക്കുകയാണ്. മഹാനായ റസൂലുള്ള പറഞ്ഞു, ഇബ്സുത്ത് റിജ്ലക, നിന്റെ കാലിനെ നീട്ടുക എന്ന് പറഞ്ഞു. ഫബസത്തു റിജ്ലി, എന്റെ കാല് ഞാൻ അങ്ങ് നീട്ടിക്കൊടുത്തു. ഫമസഹഹ, അല്ലാഹുവിന്റെ റസൂൽ ആ കാലിനങ്ങ് തടവുകയാണ്. ഫകന്നമാ ലമ്മസ്തഖിഹാ ഖത്തു, അതിനുശേഷം ഒരു വേദനയോ ഒരു ബുദ്ധിമുട്ടോ ഉണ്ടായിട്ടില്ല. വളരെ സുന്ദരമായ നിലക്ക് മുമ്പുള്ള ഉണ്ടായിരുന്ന അതേ രീതിയിൽ അതങ്ങ് ശിഫയാവുകയും ചെയ്തു എന്ന് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അതീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അനുഭവം വിശദീകരിക്കുന്നതായി ബറാഅത്ത് തങ്ങൾ പറയുന്നു. ഇതെല്ലാം അവിടുത്തെ കയ്യിന്റെ പ്രത്യേകതയാണ്, അവിടുത്തെ തടവലിന്റെ ശ്രേഷ്ഠതയാണ്. എന്തെങ്കിലുമൊക്കെ പ്രത്യേകമായ കാര്യങ്ങൾക്ക് ചികിത്സിക്കണമെങ്കിൽ അതിനും അവിടുത്തെ കരം മതിയാകുമായിരുന്നു. ഐഷാ ബീവി പറയുന്നു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി ആയിരുന്നു. ഇദസ്തക മിന്നാ ഇൻസാനുൻ, ഞങ്ങൾക്ക് ഞങ്ങൾ ഒരാൾക്ക് രോഗം ബാധിച്ചാൽ മസഹു ബിയദിഹി ബിയമീനിഹി, അവിടുത്തെ വലത് കൈ കൊണ്ട് അദ്ദേഹത്തെ തടവും. വലത് കൈ കൊണ്ട് ഞാൻ തടവിയിട്ട് സുമ്മഖാല, പിന്നെ പറയും, ഇദ്ഹബിൽ ബഅ്സ റബ്ബന്നാസ് ഇശ്ഫി അൻത ശാഫി ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക ശിഫാഅ ലാ യുഗാദിറു സഖമാ എന്നങ്ങ് ദുആ ചെയ്യും. ഈ ദുആയോട് കൂടെ അവിടുത്തെ രോഗം ശിഫയാകുകയും ചെയ്യുന്നു. ബഹുമാനപ്പെട്ട സായിബ് ഇബ്നു യസീദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ദഹബത്തു ബി ഖാലത്തി, എന്റെ ഇളാമ എന്നെയുമായിട്ട് പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക്. ഫഖാലത്ത്, എന്നിട്ട് ഇളാമ പറഞ്ഞു, യാ റസൂലല്ലാഹ്,
അല്ലാഹുവിന്റെ റസൂലേ, ഇന്ന ഇബ്ന ഉഖ്തി, എന്റെ സഹോദരിയുടെ മകൻ അദ്ദേഹം വീണുപോയിട്ടുണ്ട്. എന്റെ സഹോദരിയുടെ മകൻ രോഗിയാണ്, അദ്ദേഹത്തിന് വലിയ രോഗം സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ എന്റെ തല തടവി ബറക്കത്തിന് വേണ്ടി എനിക്ക് ദ്വാരക്കുകയും ചെയ്തു. പിന്നെ മഹാനായ റസൂലുള്ള വുളൂ ചെയ്തു. റസൂലുള്ള വുളൂ ചെയ്തതിന്റെ ബാക്കി വെള്ളത്തിൽ നിന്ന് ഞാൻ അങ്ങ് കുടിക്കുകയും ചെയ്യുന്നു. എന്റെ രോഗം അത് മുഖേന ശിഫയായി എന്ന് മഹാനായ സായിബ് ബിൻ യസീദ് റളിയല്ലാഹു അൻഹു പറയുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ ഓരോ അത്ഭുതകരമായ ചരിത്ര സംഭവമാണ് അള്ളാഹുവിന്റെ ഹബീബിന്റെ കയ്യിനെ കുറിച്ച്, അവിടുത്തെ കയ്യിന്റെ ബഹുമതിയെ കുറിച്ച് നമുക്ക് പറയാനും ഓർക്കാനും ഉള്ളത്. വലിയ ബറക്കത്തുള്ള ഒരു സാഹചര്യമായിരുന്നു അവിടുത്തെ കയ്യിന്. ഐഷ ബീവി പറയുന്നു, കാനൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി ആയിരുന്നു. ഇദാ മരിള അഹദും മിൻ അഹ്ലിഹി, തന്റെ അഹ്ലുകാരിൽ നിന്ന്, തന്റെ കുടുംബങ്ങളിൽ നിന്ന് ആർക്കെങ്കിലും രോഗമുണ്ടായാൽ നഫഅ അലൈഹി ബിൽ മുഅവ്വിറാത്തി, മുഅവ്വിറാത്ത് ഓതിയിട്ട് ആ കുടുംബങ്ങളിൽ നിന്ന് ആർക്കെങ്കിലും രോഗമുണ്ടാകുമ്പോൾ മന്ത്രിക്കാറുണ്ടായിരുന്നു. മുഅവ്വിറാത്ത് ഓതി മന്ത്രിക്കാറുണ്ട്. ഫലമ്മാ മരിള മർളഹുല്ലദീ മാത ഫീഹി ജഅൽതു അൻഫസു അലൈഹി ബിയദി നഫ്സിഹി. അങ്ങനെ റസൂലുള്ളാഹിക്ക് രോഗമുണ്ടായി. ആ രോഗത്തിലാണ് അല്ലാഹുവിന്റെ റസൂൽ ലോകത്തോട് വിട പറഞ്ഞു പോയത്. ആ രോഗമുണ്ടായപ്പോൾ ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ കൈ കൊണ്ട് തന്നെ റസൂലുള്ളാഹിനെ തടവാറുണ്ട്. എന്തേ റസൂലുള്ളാഹിന്റെ കൈ കൊണ്ട് തന്നെ റസൂലുള്ളാഹിന്റെ ശരീരത്തിൽ തടവാനുള്ള കാരണം, ലിഅന്നഹാ കാനത്ത് അഅ്ലമ ബറകതൻ മിയദി, എന്റെ കയ്യിനേക്കാളും ബറക്കത്ത് അധികരിച്ചതാണല്ലോ റസൂലുള്ളാഹിന്റെ കയ്യ്. അവിടത്തെ സ്വന്തം ശരീരത്തിന് പോലും അവിടത്തെ കയ്യിന്റെ തടവൽ മതി എന്നാണ് ആയിഷ ബീവി നമ്മെ പഠിപ്പിക്കുന്നത്. ഇങ്ങനെയുള്ള വലിയ സ്വച്ഛതയാണ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവിടത്തെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമാണ്. ആ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബഹുമതികളും ശ്രേഷ്ഠതകളും മനസ്സിലാക്കി ആ റസൂലുള്ളാഹിനെ സ്വീകരിക്കാനും സ്നേഹിക്കാനും ആ റസൂലുള്ളാഹിക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തെ അർപ്പിക്കാനും നമുക്ക് സാധ്യമാവണം. റൂഹി ഫിദാക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ റൂഹ് അങ്ങേക്ക് ദണ്ഡമാണെന്ന് പറഞ്ഞില്ലയോ? ഈ നിലയിൽ അല്ലാഹുവിന്റെ റസൂലിലേക്ക് എല്ലാം അർപ്പിക്കാൻ നമ്മോട് കഴിയണം. അല്ലാഹു തആല ഭാഗ്യവന്മാരെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹുവേ, ഞങ്ങൾ ഇതുവരെ പറഞ്ഞതും കേട്ടതും നീ സ്വാലിഹായ അമലാക്കണം. അല്ലാഹ് മുത്തു ഹബീബിന്റെ ബഹുമാനം കൊണ്ട്, അവിടുത്തെ ഫضل കൊണ്ട്, അവിടുത്തെ മുഅ്ജിസത്ത് കൊണ്ട്, അവിടുത്തെ ശ്രേഷ്ഠത കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ നീ എത്തിക്കണം. അല്ലാഹ് ബിഹഖ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.